ഹലോ സെലിബ്രിറ്റീസ്, ഈ ഫ്രൈഡേ കോളിവുഡിൽ നിന്ന് റിലീസായ രണ്ട് മൂവീസാണ് ഡ്രാഗൺ ആൻഡ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. രണ്ടും ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ജോണറിൽ വരുന്നത് കൊണ്ട് രണ്ടിന്റെ റിവ്യൂ ഒരുമിച്ച് പറയാന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ഇതിൽ ആദ്യം കണ്ടത് ഡ്രാഗൺ ആണ്. ഒരു കമ്പാരിസൺ പോലെ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ ടൈറ്റിലർ റോളിൽ വരുന്ന ഡ്രാഗൺ എന്ന മൂവി തന്നെയാണ്. ഒരു ടിപ്പിക്കൽ യൂഷ്വൽ സബ്ജക്റ്റ് ആണ് ഈ മൂവി, ബട്ട് സ്റ്റിൽ ഒരു ഫ്രഷ്നെസ്സോടെയാണ് ഞാൻ ഈ മൂവി കണ്ടിരുന്നത്. അശ്വന്ത് മാരുമുത്താണ് ഈ മൂവിയുടെ ഡയറക്ടർ. ആൻഡ് ഓമേക്കടോളെ കണ്ടവർക്കറിയാം ആളുടെ ഒരു വർക്കിന്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫ്രഷ്നെസ് തന്നെ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഒരു ഫുൾ ഓൺ കോമഡി എന്റർടൈനർ അല്ല ഈ മൂവി. ഒരു ഇമോഷണൽ വേയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കോമഡി പാർട്ടൊക്കെ എനിക്ക് പേഴ്സണലി നല്ലപോലെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. മേ ബി അത് എന്റെ ഒരു ആസ്വാദനത്തിന്റെ പ്രശ്നമായിരിക്കും. കുറച്ച് ലൈറ്റ് ഹാർട്ട് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഇമോഷണലി നല്ലപോലെ കണക്ട് ആയിട്ടുണ്ടായിരിക്കാം. ബട്ട് ഫോർ മീ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായി. പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു എന്റർടൈനർ തന്നെയായിരുന്നു. ഇനി അടുത്ത പടത്തെ പറ്റി പറയാം. നീക്ക്, ഷോർട്ട് ഫോം ഓഫ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. കുറച്ച് ഇൻസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ സാക്ഷാൽ ധനുഷ് തന്നെ ഡയറക്ട് ചെയ്ത മൂവിയാണിത്. ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ ആണ് ഈ മൂവി. ബട്ട് ഇതിലെ റൊമാൻസും കോമഡിയൊക്കെ വർക്കാവുമോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അതൊരു ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടായിരുന്നു തോന്നിയത്. എസ്പെഷ്യലി ഇതിൽ എടുത്ത് പറയാനാണെങ്കിൽ അനിക സുരേന്ദ്രന്റെ ക്യാരക്ടർ ഭയങ്കര അൺസൈക്കബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും ധനുഷിനെ പോലെ ഒരാള് ഇങ്ങനെ തന്നെ വേണം എന്ന് വിചാരിച്ച് ഇത് എടുത്തു വെച്ചതാണോ അതോ എടുത്തു വന്നപ്പോ ഇങ്ങനെ ആയി പോയതാണോ എന്താണോ ഒന്നും അറിഞ്ഞുകൂടാ. ഒരു യൂഷ്വൽ ലവ് സ്റ്റോറി എന്നൊരു ടാഗ് ലൈനോടുകൂടി തന്നെയാണ് ഇതിന്റെ മേക്കേഴ്സ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് യൂഷ്വൽ ആയിട്ടുള്ള ക്രിഞ്ച് തിങ്സ് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ചില കോമഡീസ് ഒക്കെ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെയെങ്കിലും ഒന്ന് അപ്പായി വരുമ്പോഴത്തേനും എവിടെന്നെങ്കിലും കുറച്ച് ക്രിഞ്ച് ഐറ്റംസ് ഒക്കെ വാരി വെതറിയിട്ട് ഇതങ്ങ് ഡൗൺ ആക്കി കളയും. മൊത്തത്തിൽ ഇതായിരുന്നു പടത്തിന്റെ അവസ്ഥ. പിന്നെ ഗോൾഡൻ സ്പാരോ എന്ന സോങ് ഒക്കെ അടിപൊളിയായിരുന്നു. അതിൽ കുറച്ച് സർപ്രൈസിങ് എലമെന്റ്സ് ഒക്കെ തന്നെയുണ്ട്. സോ ഓവറോൾ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ബട്ട് നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെടാമായിരിക്കാം. സോ ഇതാണ് തമിഴിൽ ക്ലാഷ് റിലീസായിട്ട് വന്ന രണ്ട് ഫീൽ ഗുഡ് എന്റർടൈനറെ പറ്റിയുള്ള എന്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ മേ ബി തിരിച്ചായിരിക്കാം. സോ എന്തായാലും ഇഷ്ടമുള്ളവരൊക്കെ പോയി കണ്ടിട്ട് വന്ന അഭിപ്രായം പറയാം. ബൈ.